അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്വീൻ, ജനഗണമന എന്നീ സിനിമകൾക്ക് ശേഷം ഡയറക്ടർ ഡിജോ ജോസ് ആന്റണിയും റൈറ്റർ ഷാരിസ് മുഹമ്മദും കൂടി നിവിൻ പോളിയെ പ്രധാന കഥാപാത്രമാക്കിയെടുത്ത ഏറ്റവും പുതിയ മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. നിവിനെ കൂടാതെ ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ എന്നിവരും ചെറിയ റോളുകളാണെങ്കിൽ പോലും ഈ സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട്. ഡിജോയുടെ ജനഗണമന എന്ന് പറഞ്ഞ മൂവി 2022 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസുകളിൽ ഒന്നായിരുന്നു. അതേപോലെ തന്നെ ക്വീൻ സിനിമയിലെ കോർട്ട് റൂം സീനുകളും എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആയതുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിജോ നിവിനുമായി ഒന്നിക്കുമ്പോൾ അത് വെറുമൊരു നോ ബ്രെയിനർ എന്റർടൈനർ മൂവിക്ക് വേണ്ടി മാത്രമായിരിക്കില്ല എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ആ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എങ്ങും എത്താതെ പോയ ഒരു അനുഭവമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു സാധാരണ നാട്ടുപുറത്തെ പണിക്കൊന്നും പോകാതെ രാഷ്ട്രീയം കളിച്ചു നടക്കുന്ന ആൽപ്പറമ്പിൽ ഗോപിയും മൽഘോഷും ഒരു പ്രതിസന്ധിയിൽ പോയി ചാടുന്നതും ആ പ്രതിസന്ധി ഇരുവരുടെയും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളും നർമ്മത്തിലൂടെ പറയാനാണ് ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ജനഗണമന എന്ന് പറഞ്ഞ മൂവിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സും ഇൻസിഡൻസും വേറൊരു രീതിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഏറ്റവും വലിയ പോരായ്മയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ജനഗണമനയിൽ അതെല്ലാം നാച്ചുറലും വളരെ സിറ്റുവേഷണലുമായി തോന്നിയപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ അവയെല്ലാം കുറച്ചധികം ആർട്ടിഫിഷ്യലും അതുപോലെ തന്നെ ഫോഴ്സ്ഡുമായി എനിക്ക് അനുഭവപ്പെട്ടു. ഇവയെല്ലാം ഒരു പരിധിവരെ ഡിജോ ജോസിന്റെ മേക്കിംഗ് കൊണ്ടും നിവിൻ പോളിയുടെ കോമഡി ടൈമിംഗ് കൊണ്ടുള്ള മറികടക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ പോലും മുമ്പ് ഒരുപാട് കേട്ടു പറഞ്ഞ ഇന്ത്യ പാക് കഥകളിലേക്ക് ഒതുങ്ങിപ്പോയതാണ് ഈ സിനിമയ്ക്ക് തിരിച്ചടിയായതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിലെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടെ നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച രീതിയിലും തന്നെയാണ് നിവിൻ പോളി അവതരിപ്പിച്ചിട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര, സലീം കുമാർ, മഞ്ജു പിള്ള എന്നിവരും തങ്ങൾക്ക് കിട്ടിയ വേഷം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ജേക്സ് ബിജോ ചെയ്ത മ്യൂസിക്കും ബിജിഎമ്മും വളരെയധികം ഇൻട്രസ്റ്റിങ്ങും ഫ്രഷുമായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. അതോടൊപ്പം സുദീപ് ഇളമന്റെ സിനിമാറ്റോഗ്രാഫിയും ശ്രീജിത്ത് സാരംഗിന്റെ എഡിറ്റിങ്ങും സിനിമയുടെ മൊത്തം VFX രംഗങ്ങളും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. പൊളിറ്റിക്കൽ സെറ്ററിൽ തുടങ്ങി ഇന്ത്യ പാക്, ബ്രദർഹുഡ്, കോമഡി, മലയാളി സ്നേഹം, ഇതോടൊപ്പം ആന്റി വാർ എന്നിങ്ങനെ ഒരുപാട് ജോണേഴ്സിനെ ഒന്നിച്ച് മിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിലൊന്നും എവിടെയും എത്താതെ പോയ ഒരു സിറ്റുവേഷനാണ് ഈ സിനിമ കണ്ടപ്പോൾ ആകത്തുക എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇൻ കൺക്ലൂഷൻ, ഒരു ഡിജോ ജോസ് ഷാരിസ് പൊളിറ്റിക്കൽ സിനിമയിലേക്ക് നിവിന്റെ എന്റർടൈൻമെന്റ് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എങ്ങും എത്താതെ പോയ ഒരു പാതിവന്ത അനുഭവമായാണ് മലയാളി ഫ്രം ഇന്ത്യ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.